കന്യാകുമാരി മുട്ടം ഗ്രാമം. അവിടെയുള്ള ഒരു കല്ലറയെ ചുറ്റി ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. പോലീസുകാരെല്ലാവരും ചേർന്ന് ആ കല്ലറ പൊളിക്കുന്നു. ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ ഇങ്ങനൊരു പാവം പെൺകുട്ടിയെ കൊന്നല്ലോ എന്ന് നിലവിളിച്ചു പറഞ്ഞു. അങ്ങനെ മേഖലയെ കൊന്നത് ആരാണ്? എന്തുകൊണ്ടാണ് അവളെ സംസ്കരിച്ച കല്ലറ വീണ്ടും പുറത്തേക്കെടുക്കുന്നത്? അങ്ങനെ അവൾക്ക് എന്താണ് സംഭവിച്ചത്? ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടുവന്നിട്ട് എന്റെ സഹോദരി മേഖലയെ കൊന്നുവെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട പോലീസുകാരും എന്ത് സംഭവിച്ചു, ആരെയാണ് കൊന്നത്, ആര് കൊന്നുവെന്ന് ചോദിക്കാൻ തുടങ്ങി. അതിനയാളും എന്റെ പേര് ആന്റണി എന്നാണ്, എന്റെ സഹോദരിയുടെ പേര് മേഖല എന്നാണ്, അവളെ അവളുടെ ഭർത്താവ് തന്നെ കൊന്നുവെന്നും പറഞ്ഞു. ഉടനെ പോലീസ് ഓഫീസേഴ്സ് മേഖലയുടെ ഭർത്താവായ പനിപ്പിച്ചയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവനോട് മേഖല എങ്ങനെ മരിച്ചുവെന്ന് ചോദിച്ചു. അതിനയാളും 2021 നവംബർ 15 അവൾ ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ പോലീസുകാരും നീ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ചു. അതിനവനും ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്, പക്ഷെ അതിനു മുൻപ് തന്നെ അവൾ മരിച്ചു എന്നും പറഞ്ഞു. ഇപ്പൊ പനിപ്പിച്ചയെ വീണ്ടും പോലീസുകാർ മാറി മാറി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചോദ്യം ചെയ്തതിനു ശേഷം എന്തുകൊണ്ട് നീ നിന്റെ ഭാര്യയെ കൊന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. ഇപ്പൊ പനിപ്പിച്ച കരഞ്ഞുകൊണ്ട് എന്ത്, ഞാൻ എന്റെ ഭാര്യയെ കൊന്നോ? ഞാൻ എന്തിന് എന്റെ ഭാര്യയെ കൊല്ലണം? എനിക്കെല്ലാം എന്റെ ഭാര്യയാണ്, എന്റെ ലോകം തന്നെ അവളാണ്. ഞാൻ എത്രത്തോളം അവളെ സ്നേഹിച്ചുവെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിച്ചു പോലും നോക്കാൻ കഴിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും പോലീസുകാർ അതൊന്നും വിശ്വസിച്ചില്ല. വീണ്ടും വീണ്ടും മാറി മാറി ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് നീ അവളെ കൊന്നുവെന്ന് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു. ഒരു ഘട്ടത്തിൽ പനിപ്പിച്ച അതെ, ഞാൻ എന്റെ ഭാര്യയെ കൊന്നത് എന്ന് പറഞ്ഞു. എന്തിനാണ് നീ നിന്റെ ഭാര്യയെ കൊന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പല സത്യങ്ങളും പുറത്തേക്ക് വന്നത്. പനിപ്പിച്ച ഇയാൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അയാളുടെ അച്ഛൻ മരിച്ചു. അമ്മയാണ് ഒറ്റയ്ക്ക് അവരുടെ 5 മക്കളെയും വളർത്തിയത്. ആ സമയത്ത് കുടുംബത്തിൽ വലിയ ബുദ്ധിമുട്ടുകളായതുകൊണ്ട് പനിപ്പിച്ച പഠിക്കാൻ പോകാതെ മീൻ പിടിക്കാൻ കടലിൽ പോകാൻ തുടങ്ങി. ഇങ്ങനെ ഇവരെല്ലാവരും ജോലി ചെയ്ത് അവരുടെ സഹോദരിക്ക് വിവാഹം നടത്തി. ഇങ്ങനെ കൂടെ ജനിച്ച എല്ലാവർക്കും വിവാഹം കഴിഞ്ഞു, സഹോദരനും കഴിഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പനിപ്പിച്ചയ്ക്ക് 26 വയസ്സുള്ളപ്പോൾ അവരുടെ അമ്മയും മരിച്ചു. ഇതിനുശേഷം പനിപ്പിച്ചയുടെ ചേട്ടനും ചേട്ടന്റെ ഭാര്യയുമാണ് അവനെ നോക്കിയത്. ഇവരാണ് പനിപ്പിച്ചയ്ക്കും മേഖലയ്ക്കും വിവാഹം നടത്തി വെച്ചത്. മേഖല അതേ സ്ഥലത്ത് തന്നെയുള്ള പെൺകുട്ടിയാണ്. അറിയാവുന്ന പെൺകുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് തന്നെ പനിപ്പിച്ച് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹശേഷം രണ്ടുപേരും നന്നായി തന്നെ ജീവിച്ചു. പനിപ്പിച്ച എപ്പോഴും അവൻ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് ഭാര്യയായ മേഖലയ്ക്ക് കൊണ്ടുകൊടുക്കും. പനിപ്പിച്ചയ്ക്ക് മേഖലയെ വളരെ ഇഷ്ടമായിരുന്നു. അവൾ എന്ത് തന്നെ ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും. ഇവരുടെ രണ്ടുപേരുടെ സ്നേഹം കണ്ട് ആ ഗ്രാമത്തിലെ എല്ലാവരും തന്നെ അസൂയപ്പെടും. അത്രത്തോളം പരസ്പരം നന്നായി സ്നേഹിച്ചു. ഇവർ രണ്ടുപേർക്കും 7 വയസ്സിലുള്ള ഒരു ആൺകുഞ്ഞും 5 വയസ്സിൽ ഒരു പെൺകുഞ്ഞുമുണ്ട്. രണ്ടുപേരും അവരുടെ മക്കളെ വളരെ സുരക്ഷിതമായി തന്നെ നോക്കി. 8 വർഷത്തോളം യാതൊരു പ്രശ്നവുമില്ലാതെ നന്നായി തന്നെ പോയി. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നവംബർ മാസം 15 പനിപ്പിച്ചയുടെ ചേട്ടനും ഭാര്യയും മീൻ പിടിക്കാനായി കടലിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഇവർക്ക് പനിപ്പിച്ചയിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നു. അതിൽ എന്റെ ഭാര്യ മേഖല പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നും പറഞ്ഞു. ഇത് കേട്ടവർക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. എങ്ങനെയാണ് വളരെ നന്നായിരുന്ന പെൺകുട്ടി പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിൽ വന്ന് മരിച്ചത് എന്ന് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. മേഖല മരിച്ചതു മുതൽ പനിപ്പിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയല്ലോ, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ സന്തോഷമായിരിക്കുമെന്ന് അയാൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ട നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വല്ലാത്ത ദുഃഖം തോന്നി. ഇങ്ങനെയുള്ള സമയത്താണ് പനിപ്പിച്ചയോട് മേഖലയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ചിലരോട് അവൻ പറഞ്ഞത് മേഖലയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന്. എന്നാൽ ചിലരോട് പറഞ്ഞത് എനിക്കും മേഖലയ്ക്കും ചില പ്രശ്നങ്ങൾ വന്നു, അത് കാരണം അവൾ മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞു. ഇയാൾ എന്താണ് ചിലരോട് ഇങ്ങനെയും മറ്റു ചിലരോട് അങ്ങനെയും പറയുന്നത് എന്ന് പലർക്കും ഒരു ചിന്ത വന്നു എന്നുണ്ടെങ്കിലും ആ സമയം ആരും അത് അയാളോട് ചോദിച്ചില്ല. കാരണം പനിപ്പിച്ച മേഖലയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. എപ്പോഴും വഴക്ക് പറഞ്ഞിട്ടേയില്ല, സ്വരമുയർത്തി സംസാരിച്ചിട്ടുകൂടെയില്ല. അത്രത്തോളം നന്നായി സ്നേഹിച്ചു. ഇങ്ങനെയുള്ളപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഇയാൾ കള്ളം പറയില്ല എന്ന് ചിന്തിച്ച് ആരും അയാളോട് ഒന്നും ചോദിച്ചില്ല. അയാളിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. പറഞ്ഞു വന്നാൽ ആ ഗ്രാമത്തിലെ എല്ലാവരും ഇയാൾ കരയുന്നത് കണ്ടിട്ട് അയാളെ സമാധാനപ്പെടുത്തി. ഇങ്ങനെ മേഖല മരിച്ചതിനു ശേഷം ഇവരുടെ 2 മക്കളും ഒറ്റയ്ക്കിരിക്കും എന്ന് കരുതി മേഖലയുടെ സഹോദരിയും അച്ഛനും അമ്മയും പനിപ്പിച്ചയുടെ വീട്ടിൽ വന്ന്
ആ 2 മക്കളെയും നോക്കി. എന്നാൽ ഇയാൾ എപ്പോഴും അയാളുടെ മുറിക്കുള്ളിൽ ചെന്ന് കതകടച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും, പുറത്തേക്ക് വരികയില്ല. ആർക്കും ഇയാളിൽ സംശയം വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മേഖലയുടെ സഹോദരന് മാത്രം പനിപ്പിച്ചയോട് എന്തോ ഒരു സംശയം തോന്നി. അങ്ങനെ മേഖല മരിച്ച് 3 ദിവസം കഴിഞ്ഞ് പനിപ്പിച്ചയോട് ചെന്നിട്ട്, തുടക്കത്തിൽ നീ ഹാർട്ട് അറ്റാക്ക് എന്നല്ലേ പറഞ്ഞത്, എന്നാൽ അതിനുശേഷം വഴക്ക് വന്നു, തൂങ്ങി മരിച്ചു എന്നൊക്കെ നീ പറഞ്ഞല്ലോ, ഇത് രണ്ടിലും ഏതാണ് സത്യം? അന്ന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. അതിന് പനിപ്പിച്ചയും, ഞങ്ങൾക്ക് 2 പേർക്കും ഇടയിൽ പ്രശ്നം വന്നു, ആ പ്രശ്നം കാരണമാണ് അവൾ തൂങ്ങി മരിച്ചത്, ഇതാണ് സത്യം എന്നും പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞ് ആ നാട്ടിലെ ജനങ്ങളെല്ലാം പനിപ്പിച്ച മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് സംസാരിക്കാൻ തുടങ്ങി. മേഖല മരിച്ച് 1 മാസം കഴിഞ്ഞ് അവൾക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ നടത്താനായി എല്ലാവരും പള്ളിയിലേക്ക് വന്നു. ഈ സമയം ആ നാട്ടിലെ എല്ലാവരും ആ പള്ളിക്കകത്തായിരുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ സമയം 16 വയസ്സുള്ള ഒരേ ഒരു പെൺകുട്ടി മാത്രം പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അവൾ എന്തിനു കരയുന്നു, എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് ആ പള്ളിയിലെ എല്ലാവരും അവളെ നോക്കി. ഈ സമയം ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അതെന്ത് ലെറ്റർ ആണെന്നറിയാൻ ആ നാട്ടിലെ എല്ലാവരും അത് വാങ്ങി വായിക്കുന്നു. അങ്ങനെ വായിച്ചപ്പോഴാണ് ആ നാട്ടിലെ എല്ലാവർക്കും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാത്തിരുന്നത്. ആ ലെറ്റർ മേഖലയുടെ സഹോദരനും വാങ്ങി വായിക്കുന്നു. അങ്ങനെ ലെറ്റർ വായിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കേസിന്റെ തുടക്കത്തിൽ കണ്ടതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെല്ലുകയും എന്റെ സഹോദരിയെ കൊന്നുവെന്ന് നിലവിളിക്കുകയും ചെയ്തത്. ഇത് കഴിഞ്ഞ് പോലീസുകാർ പനിപ്പിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പിന്നീട് പല സത്യങ്ങളും പുറത്തു വരാൻ തുടങ്ങി. ആ 16 വയസ്സുള്ള പെൺകുട്ടി മറ്റാരുമല്ല, മേഖലയുടെ ഒരു ബന്ധുവാണ്. ഈ പെൺകുട്ടിക്ക് പനിപ്പിച്ച ഒരു വലിയച്ഛനെ പോലെ വരും. ലോക്ക്ഡൌൺ സമയമായപ്പോൾ ഈ പെൺകുട്ടിക്ക് പഠിക്കാനായി അവളുടെ കയ്യിൽ മൊബൈൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിനായി മേഖലയുടെ വീട്ടിലേക്കാണ് എല്ലാ ദിവസവും വരുന്നത്. ഇങ്ങനെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ കണ്ടിട്ട് പനിപ്പിച്ചയ്ക്ക് ആ പെൺകുട്ടിയോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. ആ പെൺകുട്ടി ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി വീട്ടിലേക്ക് വരുന്ന എല്ലാ ദിവസവും പനിപ്പിച്ചയും വീട്ടിൽ തന്നെ ഉണ്ടാകും. ആ പെൺകുട്ടിയെ നോക്കി ചിരിക്കുക, തൊടുക, അവളുടെ അടുത്ത് ചെന്നിരിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും അവൻ ചെയ്യാൻ തുടങ്ങി. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച ആ പെൺകുട്ടി എന്തോ ഒന്ന് ശരിയല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല എന്ന് കരുതി ആ വീട്ടിൽ വരുന്നത് തന്നെ അവസാനിപ്പിച്ചു. എന്നാൽ അതിനുശേഷവും പനിപ്പിച്ച ആ പെൺകുട്ടിയെ വിട്ടില്ല. എപ്പോഴും പുറത്ത് ആ പെൺകുട്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. വല്യച്ഛൻ തന്നെ തന്നോട് ഇങ്ങനെ കാണിക്കുന്നല്ലോ എന്ന് കരുതിയ അവൾ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. അയാളെ പുറത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്, പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ അവളും ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ ഇക്കാര്യം മേഖല മനസ്സിലാക്കി. അറിഞ്ഞ ഉടനെ മേഖല ഭർത്താവിനോട് ചെന്നിട്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവൾ നിങ്ങൾക്ക് മകളെ പോലെയാണ്, നമുക്കും 2 മക്കളുണ്ട്, നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ശരി, പ്രശ്നമില്ല, ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കണം, ഞാനും ഇക്കാര്യം ആരോടും പറയില്ല എന്ന് പറഞ്ഞു. മേഖലയും ഇക്കാര്യം പുറത്തെറിഞ്ഞാൽ നാണക്കേടെന്ന് കരുതി ആരോടും ഇക്കാര്യം പറഞ്ഞില്ല. എന്നാൽ മേഖല പറഞ്ഞതൊന്നും തന്നെ പനിപ്പിച്ച കേട്ടില്ല. ഇത് കാരണം അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും പ്രശ്നമുണ്ടാകാൻ തുടങ്ങി. സംഭവം നടന്ന അന്നത്തെ ദിവസം ആഹാരം കഴിക്കാനായി പനിപ്പിച്ച വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോ മേഖല ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. വീണ്ടും ഇവർക്കിടയിൽ വലിയ പ്രശ്നമുണ്ടാകാൻ തുടങ്ങി. ഈ പ്രശ്നത്തിൽ പനിപ്പിച്ച മേഖലയെ മർദ്ദിക്കാൻ തുടങ്ങി. ശക്തമായ അടിയേറ്റ് മേഖല മയങ്ങി താഴെ വീഴുന്നു. അങ്ങനെ വീണ അവൾ പിന്നീട് എഴുന്നേറ്റില്ല. എന്ത് പറ്റിയെന്ന് അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അവൾ മരിച്ചു എന്നത് തന്നെ പനിപ്പിച്ചയ്ക്ക് മനസ്സിലായത്. ഇങ്ങനെ അവൾ മരിച്ചതിന് ശേഷം അടുത്ത് എന്ത് ചെയ്യണമെന്ന് പോലും പനിപ്പിച്ചയ്ക്ക് അറിയില്ലായിരുന്നു. എല്ലാവരെയും വിളിച്ച് മേഖല ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു ചിലരോട് ഞങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായി, അതിലവൾ തൂങ്ങി മരിച്ചു എന്നും പറഞ്ഞു. ഇതുകൊണ്ടാണ് സംശയം തന്നെ ഉണ്ടാകാൻ തുടങ്ങിയത്. എന്നാൽ പനിപ്പിച്ച കരഞ്ഞു നിലവിളിച്ച് എല്ലാവരുടെ മുൻപിൽ നാടകം കളിച്ചത് കൊണ്ട് തന്നെ ആരും ഇതൊന്നും വലിയ കാര്യമാക്കിയില്ല. കൂടാതെ മേഖല മരിച്ചതിന് ശേഷം അയാൾ മുറിക്കുള്ളിൽ പോയി കഥകടച്ച് കരയുന്നു എന്നെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അങ്ങനെയല്ല. അയാൾ ആ മുറിക്കുള്ളിൽ ചെന്ന് കഥകടച്ച് ആ 16 വയസ്സുള്ള ചെറിയ പെൺകുട്ടിയെ വിചാരിച്ചുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലായി ലെറ്റർ എഴുതി. ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷനിൽ അയാൾ തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ താനാണ് തന്റെ ഭാര്യയെ കൊന്നത് എന്ന് സമ്മതിച്ചതിനു ശേഷം തെളിവുകളെല്ലാം ശേഖരിക്കാനായി പോലീസുകാർ അയാളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പോയതിൽ മേഖല സ്വന്തമായി എഴുതിയ ഒരു ഡയറി ലഭിച്ചു. അതിലവൾ എഴുതിയിരുന്നത്, പനിപ്പിച്ചയ്ക്ക് ഒരു ചെറിയ പെൺകുട്ടിയെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ പ്രശ്നമാണ്, ഞാൻ എത്ര തന്നെ പറഞ്ഞിട്ടും ഭർത്താവ് കേൾക്കുന്നില്ല എന്നെഴുതിയിരുന്നു. പോലീസുകാർ ഈ ഡയറി, ലെറ്റർ എല്ലാം തെളിവായി ശേഖരിച്ചു. ഇതിനുശേഷമാണ് നമ്മൾ ഈ കേസിന്റെ തുടക്കത്തിൽ കണ്ടതുപോലെ മേഖലയുടെ കല്ലറ പോലീസുകാരെല്ലാവരും ചേർന്ന് കുഴിക്കുന്നു. അങ്ങനെ കുഴിച്ചെടുത്ത മേഖലയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയക്കുന്നു. ഈ കേസിനെ സംബന്ധിച്ച് പോലീസുകാർക്ക് തുടക്കത്തിൽ ലഭിച്ച ഒരേ ഒരു തെളിവ് ഈ ഒരു ലെറ്റർ മാത്രമാണ്. ലെറ്റർ എന്ന് പറഞ്ഞാൽ കഥകടച്ച് മുറിക്കുള്ളിലിരുന്ന് ആ 16 വയസ്സുള്ള പെൺകുട്ടിയെ മാത്രം വിചാരിച്ചുകൊണ്ട് അയാൾ എഴുതിയ ലെറ്റർ. അതിലങ്ങനെ എന്താണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ,
ദൈവമേ, ഞങ്ങളെ രണ്ടുപേരെയും നീ തന്നെ ഒരുമിപ്പിക്കണം. നാട്ടിലെ ജനങ്ങളെല്ലാം നിനക്ക് മറ്റൊരു പെണ്ണിനെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആര് എന്ത് പറഞ്ഞാലും നിന്നെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇതിനെല്ലാം കാരണം നീയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചുവെന്ന് ഞാൻ ആരോടും പറയില്ല. എന്നാൽ നിന്നെ എനിക്ക് ആവശ്യമാണ്. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. മേഖല മരിച്ചതിനെ വിചാരിച്ച് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു. അവൾ ഇല്ല എന്നുള്ളത് വിചാരിച്ച് ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ഈ ദുഃഖം അവസാനിപ്പിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. നീ എപ്പോഴാണ് എൻ്റെ മനസ്സിലാക്കി എൻ്റെ കൂടെ വരാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. ഇത് കൂടാതെ നീ അടുത്തുണ്ടായിരുന്നിട്ടും നീയുമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. മേഖലയ്ക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഞാനാണ് അവളെ കൊന്നത്. ഇതിനുശേഷം നമുക്കിടയിൽ ആരും തന്നെ ഇല്ല. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളിലായി അയാൾ ഒരു ലെറ്റർ തന്നെ എഴുതി. ഇപ്പോൾ വീട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നതുകൊണ്ട് ഈ ലെറ്റർ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ സാധിച്ചില്ല. അയാൾ അത് ഭദ്രമായി വെച്ചിരുന്നു. അങ്ങനെ മേഖല മരിച്ച് 1 മാസം കഴിഞ്ഞ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി എല്ലാവരും പള്ളിയിലേക്ക് പോന്നു. ഈ സമയം പനിപ്പിച്ചയും ആ ലെറ്റർ കയ്യിൽ കൊണ്ടുവരുന്നു. തീർച്ചയായും പള്ളിയിൽ ആ പെൺകുട്ടി വരുമെന്ന് അയാൾക്കറിയാം. അങ്ങനെ അയാൾ വിചാരിച്ചതുപോലെ തന്നെ പള്ളിയിൽ ആ പെൺകുട്ടി വന്നു. ഈ സമയത്ത് ആ പള്ളിയിൽ ഒരുപാട് പേരുണ്ടായിരുന്നതുകൊണ്ട് പനിപ്പിച്ചയ്ക്ക് നേരിട്ട് ചെന്ന് ആ പെൺകുട്ടിയുടെ കയ്യിൽ ലെറ്റർ കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് സ്വന്തം മകന്റെ കയ്യിൽ ആ ലെറ്റർ കൊടുത്തയച്ചിട്ട് അവളുടെ കയ്യിൽ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവളും ആ ലെറ്റർ തുറന്ന് വായിച്ചു നോക്കി. ഞാൻ തന്നെ മേഖല മരിക്കാൻ കാരണമായി എന്ന് പറഞ്ഞ് ആ പള്ളിക്കുള്ളിൽ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ആ ലെറ്റർ വാങ്ങി വായിച്ച് ഞെട്ടുന്നു. സത്യമറിഞ്ഞതിനു ശേഷം എല്ലാവരും പനിപ്പിച്ച് ചുറ്റി വളഞ്ഞ് അടിക്കുന്നു. പോലീസുകാരും വന്ന് അയാൾ അറസ്റ്റ് ചെയ്തു. ആ പെൺകുട്ടിയും വല്യച്ഛനെന്ന് വിചാരിച്ചാണ് ഞാൻ അയാളോട് സംസാരിച്ചത്. എന്നാൽ അയാൾ എന്നെ ഇത്രയും തെറ്റായ രീതിയിൽ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ വീട്ടിലേക്ക് പോയത്. ഞാൻ കാരണം അവരുടെ വീട്ടിൽ യാതൊരു പ്രശ്നവും വരാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ പോകുന്നത് തന്നെ ഞാൻ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം ആരോടും പറയാത്തത് എന്നും പറഞ്ഞു. വല്യച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്ഥാനമാണ്. അച്ഛനെ പോലെ കണ്ട് ആ വീട്ടിൽ പഠിക്കാൻ വന്ന കുട്ടിയോട് ഇത്ര മോശമായി പെരുമാറുന്നതും അതിനുവേണ്ടി സ്വന്തം ഭാര്യയെ തന്നെ കൊല്ലുന്നതും വളരെ നീചമായ പ്രവൃത്തിയാണ്. ഇത് കാരണം 2 ചെറിയ കുട്ടികൾ അനാഥരായി. ഈ ഒരു വീഡിയോയെക്കുറിച്ചും പനിപ്പിച്ചയുടെ ഈ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക. ബെസ്റ്റ് കമന്റ് അടുത്ത വീഡിയോയിൽ വരും.